തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് പള്ളിയിലെ അച്ഛനായാലും പള്ളിയിലെ പാസ്റ്ററായാലും പാതിരിയായാലും. അവർ ദൈവത്തിൻ്റെ അധ്യക്ഷന്മാരാണ്. ദൈവം അവർക്ക് ചില ചുമതലകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് സമകാലിക ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ അധ്യക്ഷന്മാർ കോടാനക്കോടികൾ സമ്പാദിക്കുക, പാവപ്പെട്ട വിശ്വാസികൾ തരുന്ന പണം കൊണ്ട് അവർ തന്നെ ആഡംബര ജീവിതം നയിക്കുക. ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. എന്നാൽ കോടിക്കണക്കിന് ആഡംബര ജീവിതം നയിക്കുന്ന പാതിരിമാരും അധ്യക്ഷന്മാരുമെല്ലാം എങ്ങനെയാണ് അവർ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതല്ല ഒരു അധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത്. പകരം കയ്യിൽ ഉള്ളതെങ്കിലും അല്പമെങ്കിലും അത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്നതാണ് ഒരു അധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത്. ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുവാനല്ല ക്രിസ്തു പഠിപ്പിച്ചത്, പകരം പാവപ്പെട്ടവന് കൈയെറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ വചനം. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ യോഗ്യതയുള്ളൂ.